പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളുടെ ഉള്ളടക്കം എന്താ, അതിൻ്റെ ആകെ തുക എന്താ സഹോദരങ്ങളെ? അമ്മ പറയുകയാണ്, ലോകത്തിൽ പാപം പെരുകിയിരിക്കുന്നു. ഇതൊരു മുന്നറിയിപ്പ്, ലോത്തിന്റെ ഭാര്യയ്ക്ക് നൽകപ്പെട്ട മുന്നറിയിപ്പ് പോലെ ഈ തലമുറയ്ക്ക് സ്വർഗം തരുന്ന മുന്നറിയിപ്പാണിത്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ വലിയ ശിക്ഷാവിധികൾ ലോകത്തിലും സഭയിലും ഉണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, തുടർന്ന് നമുക്ക് അതിൻ്റെ അവസാനത്തിൽ കാണാൻ പറ്റും. കാരണം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം സമീപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചവളായിരുന്നു ലോത്തിന്റെ ഭാര്യ. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങൾ ഇതുപോലെ ഒത്തിരി മുന്നറിയിപ്പുകൾ ദിനം പ്രതി കർത്താവ് തരുന്നുണ്ട്. നമ്മൾ അനുതാപത്തിലേക്ക് വരുവാൻ, നമ്മൾ കൂടുതൽ വിശ്വസ്തരാകുവാൻ, കൂടുതൽ കർത്താവിനെ സ്നേഹിച്ച് സമർപ്പണത്തോടെ ജീവിക്കുവാൻ, തിരുസഭയുടെ സത്യപ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ, നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നിത്യജീവന്റെ പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നിരവധിയായ മുന്നറിയിപ്പുകളും അടയാളങ്ങളും സ്വർഗം ദിനം പ്രതി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അതറിയാതെ പോകരുത് സഹോദരങ്ങളെ. നമ്മൾ വീണുപോകും, നമ്മിൽ കൃപയിൽ വീണുപോകും. അമ്മ പറഞ്ഞില്ലേ, ഭൂമിയിൽ പിശാച് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. അവനൊരുക്കുന്ന മാരകമായ കെണിയിൽ എൻ്റെ മക്കൾ അകപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മ എന്ന നിലയിൽ എൻ്റെ സാന്നിധ്യവും സഹായവും ആവശ്യമുള്ള സമയമാണിത്. കർത്താവിൻ്റെ കരുണ അനുഭവിച്ചവളാണ് ലോത്തിന്റെ ഭാര്യ. കർത്താവിൻ്റെ കരുണ അനുഭവിക്കുവാൻ സ്വർഗം അവളെ സഹായിച്ചു. എന്തുകൊണ്ടാ? അവൾ തെരഞ്ഞെടുക്കപ്പെട്ടവളായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, എന്തുമാത്രം കർത്താവ് നമ്മുടെ കാരുണ്യം കാണിക്കുന്നു. കർത്താവിൻ്റെ കരുണയുടെ അടയാളങ്ങളല്ലേ ഇന്ന് സഭയിൽ നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ. പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുംഭസാരം, തൻ്റെ പരിശുദ്ധ വചനങ്ങളിലൂടെ ഈശോ തരുന്ന നിത്യജീവന്റെ വചസ്സുകൾ, അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മെ അഭിഷേകം ചെയ്യുന്നു. ഇതെല്ലാം എന്താ സഹോദരങ്ങളെ? കർത്താവിൻ്റെ കാരുണ്യമാണ്. നമ്മോടുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കാരുണ്യമാണ്. സ്തുതിക്കുന്നു. ഈ കരുണയെ നമ്മൾ നിഷേധിക്കരുത്. ഈ കരുണ നമ്മൾ അറിയാതെ ജീവിക്കരുത്. കർത്താവിൻ്റെ കാരുണ്യം അനുഭവിക്കുവാൻ സ്വർഗം അവളെ സഹായിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 16-ാം വചനം, നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു. കർത്താവിന് അവരോട് കരുണ തോന്നിയതുകൊണ്ട്, ശ്രദ്ധിച്ച്, കർത്താവിന് അവരോട് കരുണ തോന്നിയതുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ കരുണ ലഭിച്ചവളായിരുന്നു, കർത്താവിൻ്റെ കാരുണ്യം ലഭിച്ചവളായിരുന്നു ലോത്തിന്റെ ഭാര്യ. എന്നിട്ടാണ് അവൾ നഷ്ടപ്പെട്ടു പോയത്. ശ്രദ്ധിക്കണം, ഇത് നമുക്കുള്ള മുന്നറിയിപ്പാ. കർത്താവ് കരുണാമയനാണ്, കർത്താവ് കാരുണ്യവാനാണെന്ന് ചിന്തിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് യോഗ്യമായ ജീവിതം നമ്മൾ നയിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാക്കൾക്ക് നാശമുണ്ടാകും. നമുക്ക് നിത്യജീവൻ അനുഭവിക്കാൻ പറ്റുകയില്ല. നമ്മൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഇവിടെ കർത്താവിൻ്റെ കരുണ ലഭിച്ചവളാ ലോത്തിന്റെ ഭാര്യ. പക്ഷെ അവൾക്ക് എന്ത് സംഭവിച്ചു? അവൾ നഷ്ടപ്പെട്ടവളായിട്ട് മാറി. അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതൂണായിട്ട് അവൾ മാറി. സഹോദരങ്ങളെ, ആരാ ഈ വിധം നാശത്തിലെത്തിയത്? തെരഞ്ഞെടുക്കപ്പെട്ടവള്. അപ്പൊ ദൈവത്തിൻ്റെ കരുണ എന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ കരുണ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കാരുണ്യം എന്നെ ശുദ്ധീകരിക്കും. കർത്താവിൻ്റെ കാരുണ്യം എന്നെ കൃപയിലോട്ട് നയിക്കും. ഇത് സത്യമാണ്. എന്നാൽ ആ കാരുണ്യത്തിനനുസൃതമായ ജീവിതം ഞാൻ നിങ്ങൾ നയിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എനിക്കും നിങ്ങൾക്കും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതിൽ ഒരു സംശയം നമുക്ക് വേണ്ട.
നമ്മൾ സത്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് കർത്താവ് വീണ്ടും വരാൻ വൈകുന്നത്? കർത്താവ് ആ കാര്യം മറന്നുപോയിട്ടാണ്? ഒരിക്കലുമല്ല. അതാണ് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടമായൊരു അടയാളമാണത്. പത്രോസിലെ പറയുന്നുണ്ട്, 2 പീറ്റർ അവിടെ 3-ാം അധ്യായം 9-ാം വചനത്തിൽ പത്രോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്, കാളവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വരവ് എന്തുകൊണ്ടാണ് വൈകുന്നത്? ആ കാര്യം നമ്മുടെ കർത്താവ് മറന്നുപോയിട്ടാണ്? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. നമ്മളാരും നശിച്ചു പോകാതെ നമ്മൾ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ, നമ്മൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനാണ് കർത്താവിന് വീണ്ടും വരുവാനായി അവൻ വൈകിക്കൊണ്ടിരിക്കുന്നത്. അതാ പത്രോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കർത്താവിൻ്റെ ആഗ്രഹം എന്ന നമ്മളെക്കുറിച്ച്, കർത്താവിൻ്റെ ആഗ്രഹം എന്ന അവിടുന്ന് തെരഞ്ഞെടുത്ത, അവിടുത്തെ വിളി ലഭിച്ച എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുക. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ എന്താ വചനം പറയുന്നത്? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കർത്താവിൻ്റെ കാരുണ്യം സഹോദരങ്ങളെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ പാപം ചെയ്ത് അവിശ്വസ്തത കാണിച്ച് അനുസരണക്കേട് കാണിച്ച് കർത്താവിൻ്റെ വചനത്തോട് ലംഘനം നടത്തി നമ്മൾ അശുദ്ധിയിലും ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകളിലും നമ്മൾ ഉൾപ്പെടുമ്പോൾ കർത്താവിൻ്റെ കരുണ പിൻവലിക്കപ്പെട്ട നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കർത്താവ് വീണ്ടും വീണ്ടും കാരുണ്യം കാണിക്കും. എന്തിനു വേണ്ടി? നമ്മൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ വേണ്ടി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് എപ്പോഴും കാരുണ്യം കാണിക്കുമെന്ന് ചിന്തിച്ച് നമ്മൾ അവിശ്വസ്തതയിൽ തുടർന്നാൽ, നമ്മൾ അശുദ്ധിയിൽ വീണ്ടും വീണ്ടും ജീവിച്ചാൽ, നമ്മൾ അനുസരണക്കേടിൽ മുന്നോട്ട് പോയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നനയ്ക്കാത്ത നേരത്ത് കൊടിയ നാശം നമ്മുടെ മേൽ നിബന്ധിക്കുമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. നമ്മളത് നിസാരമായി കാണരുത്.